മക്കളെ വളർത്തി പഠിപ്പിച്ച് വിവാഹമൊക്കെ കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിരിക്കാമെന്ന് കരുതുന്ന മാതാപിതാക്കൾ ഇന്ന് അവർ ഭയപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത്. കാരണം അടുത്ത നിമിഷം എന്താണ് മക്കൾക്ക് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. എല്ലാ വീട്ടിലും ഇപ്പോൾ 1-2 കുട്ടികളെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളെ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഒരുപാട് സ്നേഹിച്ച്, പ്രത്യേകിച്ചും അച്ഛന്മാർ ഒരുപാട് സ്നേഹിച്ച്, അതായത് രാജകുമാരിമാരായിട്ടാണ് വളർത്തുന്നത്. അത് കഴിഞ്ഞ് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വിവാഹമെന്ന പ്രക്രിയയിലൂടെ. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്ന വാർത്തകൾ, പെൺകുട്ടികളുടെ ആത്മഹത്യകൾ പെരുകി വരുന്നു. സ്ത്രീധനമായിട്ട് നൽകിയ കാറ് വില കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണപ്പെട്ട സുന്ദരിക്കുട്ടി വിസ്മയ, സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന ഉത്തര, ഭർത്താവിൻ്റെ വീട്ടിൽ പട്ടിണി കിടന്ന് മരിച്ച തുഷാര, ഈ അടുത്ത ദിവസങ്ങളിൽ വിഭജിക, അതുല്യ, അങ്ങനെ എത്ര പെൺകുട്ടികളാണ്. ഒരുപാട് പെൺകുട്ടികൾ ദിവസവും ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ കണ്ടും കേട്ടു ഇപ്പം നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹമേ വേണ്ടെന്ന ഉള്ള ചിന്തയാണ്. പ്രത്യേകിച്ചും ജോലിയും വരുമാനമുള്ള പെൺകുട്ടികൾക്ക്. സ്വന്തമായിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കുന്നു. എന്തിനാ ഞങ്ങൾക്കൊരു വിവാഹം? അതാണ് അവരുടെ ചോദ്യം. അവരുടെ ചോദ്യം ന്യായമല്ലേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കൂട്ടത്തിൽ ഈ ആത്മഹത്യ ചെയ്ത കൂട്ടത്തിൽ പല കുട്ടികളും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അവിടെ ധൈര്യമില്ല. ഒരു ടോക്സിക് ബന്ധമാണെങ്കിൽ അതിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ തിരിച്ചു നിൽക്കാൻ ഉള്ള ധൈര്യമില്ലാത്ത കുട്ടികളാണ് പലരും. ഈ ജീവിതം കൈവിട്ടു പോകുമെന്ന് തോന്നലുണ്ടാകുമ്പോൾ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ പീഡനമാണെന്ന് തിരിച്ചറിഞ്ഞാലും അത് പുറത്തു പറയാൻ പെൺകുട്ടികൾ തയ്യാറല്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? ബന്ധം വേർപെടുത്തിയാൽ വീട്ടുകാർക്ക് നാണക്കേടാവില്ലേ? എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കില്ലേ? ഇങ്ങനെ കുറേ ചിന്തകൾ പെൺകുട്ടികളെ പിന്നിലേക്ക് വലിക്കും. അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സമൂഹത്തെ ഭയന്നല്ല ജീവിക്കേണ്ടത്. സമൂഹത്തെ ബഹുമാനിക്കാം, പക്ഷെ സമൂഹത്തെ ഭയക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ആത്മാഭിമാനവും അതിന് വില കൊടുത്താണ് ജീവിക്കേണ്ടത്. പെൺകുട്ടികളുടെ മാതാപിതാക്കളും ചിന്തിക്കണം, എൻ്റെ മകളേക്കാൾ വലുതല്ല മറ്റൊന്നും. പലയിടത്തും സംഭവിക്കുന്നത് വിവാഹമൊക്കെ കഴിച്ചു വിടും. അതെന്തെങ്കിലും പരാജയം സംഭവിച്ച് തിരിച്ചു വരുമ്പോൾ അവർ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ചും വരുമാനമില്ലാത്ത പെൺകുട്ടികൾ. ഇപ്പം നമ്മുടെ ഷൈനിയും മക്കളും മരിച്ചത് ഈ അടുത്ത സമയത്ത് നമ്മൾ മറക്കാറായിട്ടില്ല. അവരെ ചേർത്ത് പിടിക്കാൻ ആ മാതാപിതാക്കൾക്കും കഴിഞ്ഞില്ല. സമൂഹത്തോടുള്ള ഭയം, ആളുകൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ കളിയാക്കില്ലേ, ഈ ചിന്തകളൊക്കെയാണ് മാതാപിതാക്കൾക്കും. ഈ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് സ്ത്രീകൾ ചെയ്യുന്നത് കൂട്ടുകാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ ഒന്ന് ഉൾവലിഞ്ഞു നിൽക്കും. മറ്റോ അവരറിഞ്ഞാലോ എന്നുള്ള ചിന്ത ഉണ്ട്. അപ്പം ശരിക്കും നഷ്ടപ്പെടുന്നത് ആ ചുറ്റുമുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. സഹായം വേണ്ട സന്ദർഭത്തിൽ ഒന്ന് കൈപിടിക്കാനും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും എപ്പോഴും നമുക്ക് ചുറ്റും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഇതെന്താ ചെയ്യുന്നത്? ആരോടും ഒന്നും പറയാതെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 വിഷാദത്തിലേക്ക്, അതുവഴി ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവുമായിട്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തുടക്കത്തിൽ അത് പങ്കാളിയോട് തന്നെയാണ് തുറന്ന് സംസാരിക്കേണ്ടത്. അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നാത്ത വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമല്ലോ. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവിടെ എൻ്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണിത്, ഇതെനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പങ്കാളിയോട് തുറന്ന് ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷനിൽ എത്താൻ ആദ്യം ശ്രമിച്ചു നോക്കുക. എന്നിട്ടും പരിഹാരം കണ്ടെത്താനാകുന്നില്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കണം. ഈ സമയത്ത് പലപ്പോഴും പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഉപദേശം എന്താ? ഇങ്ങനെയൊക്കെയാണ് ജീവിതം, എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീ പെണ്ണല്ലേ, പെണ്ണുങ്ങളെല്ലാം സഹിച്ചു നിൽക്കണം. ഈ ഒരു ഉപദേശം കൂടെ കൊടുത്തു കഴിയുമ്പം പെൺകുട്ടി പിന്നെയും സഹിച്ചു നിൽക്കാൻ തയ്യാറാവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങളെ തീർത്തും തള്ളിക്കളയുക. നിങ്ങളുടെ ജീവനോ അഭിമാനത്തിനോ ഭീഷണിയാകുന്ന പീഡനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിയമസഹായം തേടേണ്ടത് ആവശ്യമാണ്.
അത് വൈകിക്കാൻ പാടില്ല. ഈ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തത് ഒരുപക്ഷെ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ പങ്കാളി ടോക്സിക് ആണ്, നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡനം തരുന്ന ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തു വരണം. അതിനുള്ള ധൈര്യമാണ് പെൺകുട്ടികൾ കാണിക്കേണ്ടത്. അവരാ ധൈര്യം കാണിക്കുമ്പോൾ വീട്ടുകാർ അവരെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. നാട്ടുകാരല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടത്. നാട്ടുകാർക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അവരല്ല ജീവിതം തീരുമാനിക്കുന്നത്. എനിക്കറിയാവുന്ന ഒരു ആളുണ്ട്. അയാളുടെ മൂത്ത മകളെ വിവാഹം കഴിച്ചയച്ചു. പക്ഷെ ഭർത്തൃ വീട്ടിൽ ചെന്ന ദിവസം തൊട്ട് തന്നെ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുകളാണ്. ആ ഭർത്താവ് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് മനസ്സിലായി. കുട്ടി ഇത് അപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പൻ കുട്ടിയോട് പറഞ്ഞു, ഇത് അവൾ ആ മരുന്നിൻ്റെ ഫോട്ടോസ്, അയാൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൻ അയച്ചു കൊടുത്തു. അപ്പൻ ഇത് മറ്റു ഡോക്ടറെ കാണിച്ചപ്പോൾ ഇത് അപകടകരമായ മരുന്നുകളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ കുട്ടിയോട് പറഞ്ഞു, നീ റെഡിയായി നിൽക്കുക, നിന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് സെറ്റായി നിന്നു എന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു കുടുംബത്തിലേക്ക്, നല്ലൊരു വളരെ റെസ്പെക്റ്റബിൾ ഒരു ഫാമിലിയിലേക്കാണ് കല്യാണം കഴിച്ചയച്ചത്. അത് കഴിഞ്ഞിട്ട് കുട്ടി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് റെഡിയായിട്ട് നിന്നു. അപ്പനും അമ്മയും കൂടെ ചെന്നിട്ട് ഇവർ സംസാരിച്ചിരിക്കെ തന്നെ പെൺകുട്ടി പുറകുവശത്തൂടെ ഡ്രസ്സും ബാഗും എല്ലാം എടുത്ത് വണ്ടിയിൽ കയറിയിരുന്നു. ഇവരും പെട്ടെന്ന് ഇറങ്ങി കുട്ടിയെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. അവരെതിർത്തുവെങ്കിലും ആ എതിർപ്പിനെ അവഗണിച്ച് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് ഡിവോഴ്സ് ഒക്കെ മുന്നോട്ട് നീക്കി ഡിവോഴ്സ് കിട്ടി. അത് കഴിഞ്ഞ് ആ കുട്ടിയെ വേറൊരു നല്ല വിവാഹം കഴിപ്പിച്ചു. ആ കുട്ടി ഇന്ന് 2 കുട്ടികളുടെ അമ്മയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അന്ന് ഈ കുട്ടിയെ തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. കൊച്ചങ്ങനെ പറയുമ്പോൾ തന്നെ അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ മകളല്ല, ഇത് എൻ്റെ മകളാണ്, ഇത് എൻ്റെ മകളുടെ ജീവിതമാണ്. അപ്പോൾ അതൊരു നല്ല തീരുമാനമാണ് ആ അപ്പനെടുത്തത്. അപ്പോൾ അത് ആ കുട്ടിക്കൊരു നല്ല ജീവിതം ഇപ്പോൾ കിട്ടി. അതുപോലെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണം. ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി 17 വയസ്സിലെ അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. 18 പൂർത്തിയാകാൻ നോക്കിയിരുന്നു, വിവാഹം കഴിഞ്ഞു. എന്തൊരു തിടുക്കം ആ വിവാഹം നടത്താൻ. അതിനു പകരം ആ കുട്ടിയെ ഒരു തൊഴിലിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അതിനുശേഷം വിവാഹം നടത്തിയിരുന്നെങ്കിൽ അതിന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായേനെ. മണി പവർ ഒരു പവർ തന്നെയാണ്. അതും വിവാഹം കഴിപ്പിച്ചേക്കുന്ന ഇച്ചിരി പ്രായ വ്യത്യാസമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മുടെ കുട്ടികളെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹം കഴിപ്പിക്കുമ്പം ആളുകൾ തമ്മിൽ ചേരുന്ന രീതിയിലുള്ള പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. കാഴ്ചയിലും അത് പ്രധാനമാണ്. കാരണം കാഴ്ചയിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആദ്യമൊന്നും കുഴപ്പമുണ്ടാവില്ല, അത് കഴിയുമ്പം അപകർഷതാബോധം ഉണ്ടാവും മറ്റേ ആൾക്ക്. അങ്ങനെയാണ് പിന്നെ മറ്റുള്ളവരുമായി ഇടപെടാൻ സമ്മതിക്കാതിരിക്കുന്നതും. ഈ അതുല്യക്കും അതാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. കാഴ്ചയിലും പ്രായവ്യത്യാസത്തിലും അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ കാര്യമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാണോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കണം. കല്യാണത്തിന് വേണ്ടി പേരൻസ് പറയും, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. ജോലി കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ വിവാഹം കഴിപ്പിച്ചു വിടുക എന്നുള്ളത് ഏത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ അത് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാണോ, ശാരീരികമായിട്ട് തയ്യാറാണോ എന്ന് സ്വയം ആലോചിക്കുക. നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്, ധാരാളം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് പോയി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിവാഹ ജീവിതത്തിൽ പൊരുത്തപ്പെടൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പേരൻസിന് ഉണ്ടാകുന്ന 2 മക്കളാണ്. അവരൊന്നിച്ച് ജീവിക്കുമ്പം തീർച്ചയായിട്ടും പൊരുത്തപ്പെടേണ്ടി വരും. 2 കൂട്ടരും തമ്മിൽ ഒന്നായി തീർന്നാലാണ് അവിടെ ജീവിതം സ്മൂത്തായിട്ട് പോകുന്നത്. ഈ പൊരുത്തപ്പെടലിൽ ഈഗോ ക്ലാഷുകൾ വരും. ഈഗോ ക്ലാഷ് അല്ല അതിൻ്റെ പ്രശ്നമെന്നൊന്ന് ഉറപ്പാക്കണം.
ഇപ്പൊ പെൺകുട്ടികൾ സിനിമയിലെ പോലെയൊക്കെയുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് പലപ്പോഴും വിവാഹം കഴിക്കുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അതും പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം ഉണ്ടായ സാഹചര്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലഹരിക്ക് അടിമപ്പെട്ടവർക്കൊപ്പം കഴിയുന്നത് ഒരിക്കലും നല്ലതല്ല. ലഹരി അടിമത്വം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്. ഈ ലഹരി ഈ തലച്ചോറിനെ ഇങ്ങനെ മന്ദിപ്പാക്കും. അങ്ങനെയുള്ളവരോടൊപ്പം ജീവിക്കുന്നത് റിസ്ക് തന്നെയാണ്. അപ്പം ഇപ്പോൾ ലഹരി എന്ന് പറയുമ്പോൾ മദ്യം മാത്രമല്ല, ഒരുപാട് സ്മെല്ലില്ലാത്ത ഒത്തിരി സാധനങ്ങളുണ്ട് ലഹരികൾ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നത് തീർച്ചയായിട്ടും റിസ്ക് തന്നെയാണ്. പങ്കാളി ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ആ ഉപയോഗം കൂടുന്നെന്ന് തോന്നിയാൽ നേരിൽ സംസാരിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ലഹരി മോചന ചികിത്സകളുണ്ട് ഇഷ്ടം പോലെ, അത് തേടണം. ഇനി നിങ്ങൾക്ക് ശാരീരികമായിട്ട് മർദ്ദനമേറ്റാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടണം, ഡോക്ടറെ അടുത്ത് പോകണം. ശരീരത്തിന് പറ്റിയ പരിക്കുകൾ എന്തെല്ലാം എന്ന് ഡോക്ടറിൽ നിന്ന് ഡോക്യുമെന്റേഷൻ ചെയ്ത് വാങ്ങിക്കണം. ഇത് പിന്നീടുള്ള കേസിന് ബലം നൽകുന്ന ഒരു തെളിവാണ്. ഇനി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകളും സൂക്ഷിക്കണം. അപ്പൊ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം പ്രധാനമാണ്. ഇപ്പൊ സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ പുരുഷൻ ചിന്തിക്കുന്നത് ഇവളെ തല്ലിയാലും അടിച്ചാലും ഒന്നും അവൾ എങ്ങോട്ട് പോകാനാണ്, അവൾക്ക് സാമ്പത്തികമില്ല, തിരിച്ചു ചെന്നാൽ വീട്ടുകാരെ സ്വീകരിക്കുന്നത്, അപ്പോൾ 2 തല്ലിയേക്കാം. അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയ ശേഷമേ സ്ത്രീകൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാവൂ എന്നാണ് പറയാനുള്ളത്. പണ്ടത്തെ കാലമല്ല, പണ്ടത്തെ പോലെ സഹിച്ച് ക്ഷമിച്ചൊന്നും കിടക്കേണ്ട കാര്യം ഇപ്പോഴില്ല. അപ്പോൾ ഈ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് തന്നെ, ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികൾ അവിടെ തന്നെ കിടന്ന് ചവിട്ടുകൊള്ളുന്നത്. പല കേസുകളിലും നമ്മളിപ്പോൾ കണ്ട പല കേസുകളിലും നല്ല സാമ്പത്തികം കൊടുത്ത് പെൺമക്കളെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നതാണ്. ഇപ്പം വിസ്മയുടെയൊക്കെ കേസിൽ 100 പവനും സ്വത്തും പണവും എല്ലാം കൊടുത്ത് വിവാഹം കഴിപ്പിച്ചതാണ്. ചെയ്യാനുള്ള പേരൻസ് ചെയ്യാനുള്ളത്, കാരണം ചാനൽ ചർച്ചയിലൊക്കെ ചെയ്യുമ്പം പല ചർച്ചകളും നടക്കും, പക്ഷെ പേരൻസും പെൺകുട്ടികളുമാണ് ഇതിനകത്ത് ശരിക്കും സ്റ്റേണായിട്ട് നിൽക്കേണ്ടത്. ഈ പണം കൊടുക്കുന്നതിനും മുഴുവൻ പണവും കൊടുക്കുന്നതിന് പകരം കുറച്ച് പണം പെൺകുട്ടികളുടെ പേരിൽ ഒരു പെൻഷൻ പ്ലാനിലോ വല്ലോ ഇട്ടാൽ ഭർത്താവിനെ ആശ്രയിക്കാതെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നതേ ഇല്ല. LICയിലൊക്കെ അതിനുള്ള പല പദ്ധതികളുണ്ട്. കുറച്ചു കാലം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവരുടെ മരണം വരെ പെൻഷൻ കിട്ടുന്ന സ്കീമുകളുണ്ട്. അല്ലെങ്കിൽ സിംഗിൾ ഡെപ്പോസിറ്റ് ആയിട്ട് കുറച്ച് പണം നിക്ഷേപിച്ചാൽ ജീവിതകാലം മുഴുവൻ, അതായത് മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടുന്ന പദ്ധതികളും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതലുകൾ പെൺമക്കളുടെ പേരിൽ ചെയ്യാം. എന്താണ് നമ്മൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബട്ട് റെഡി ടു അക്സെപ്റ്റ് ദ വേഴ്സ്, അങ്ങനെയല്ലേ പറയുന്നത്. അതായത് നല്ലത് സംഭവിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ മോശം വന്നാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻ അത് നമ്മൾ എടുക്കണം. അത് പേരൻസാണ് ചെയ്യേണ്ടത്. വിസ്മയുടെ കേസിൽ നമ്മൾ കണ്ടു, ആ കുട്ടി ആയുർവേദ മെഡിസിന് പഠിക്കുവാണ്. പഠനം തീരുന്നതിന് മുമ്പ് എൻ്റെ വിവാഹം കഴിപ്പിച്ചു. ലാസ്റ്റ് ഇയർ എക്സാമിന് ഫീസ് കെട്ടാൻ പൈസയില്ല. അപ്പോൾ പേരൻസിനോട് ചോദിക്കാൻ പറ്റുമോ, ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറ്റുമോ? പേരൻസിനോട് ചോദിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് കെട്ടിച്ചു വിട്ടതല്ലേ, ഇനി അവൻ ചെയ്യട്ടെ. പെൺകുട്ടികൾക്ക് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരുപാട് കുഞ്ഞു കാര്യങ്ങൾ പോലും ചെയ്യാൻ, ഒരു ഇന്നർവെയർ വാങ്ങിക്കാൻ പോലും മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട് വരുത്തരുത്. ഇനി ചില ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് മാതാപിതാക്കളെ, എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചില മാതാപിതാക്കൾക്ക് അത് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിവൃത്തിയില്ലാത്തവരുണ്ട്. മകളുടെ കല്യാണമൊക്കെ ആർഭാടമായിട്ട് നടത്തി, മറ്റ് സ്വത്തുക്കളൊക്കെ മറ്റു മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും. പെൻഷനോ മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല. മറ്റു മക്കളുടെ ചെലവിലാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള മാതാപിതാക്കൾ ജീവിതം പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന പെൺകുട്ടിയെ എങ്ങനെ സ്വീകരിക്കും? അവളെ എങ്ങനെ പുലർത്തും? പല മാതാപിതാക്കളും നിസ്സഹായരാണ്. അവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള നഴ്സിംഗ് ഒക്കെ പോലെയുള്ള എന്തെങ്കിലും പഠനം ആ കുട്ടിക്ക് കൊടുത്താൽ, വിവാഹ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചാലും മാതാപിതാക്കളുടെ മോറൽ സപ്പോർട്ടോടുകൂടി അവൾക്ക് ജീവിക്കാൻ സാധിക്കും. പലരും ഡിഗ്രി, BCom ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ തൊഴിൽ കിട്ടാൻ ഉള്ള പഠനമാണോ അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു
തൊഴിൽ ഒരു പഠനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും ജീവിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ടോക്സിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറി തൊഴിലുകൾ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ അടുത്തിടെ നമ്മൾ കേട്ടതാണ്. ഉത്സവപ്പറമ്പിലൊക്കെ മിഠായി നാരങ്ങ വെള്ളവും വിട്ടു നടന്ന ആനി ശിവ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. കേരള പോലീസിലെ SI ആയ വാർത്ത നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. അവൾ പറയുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രണയവിവാഹം, പിന്നീട് ജീവിതം ബുദ്ധിമുട്ടായി. കുഞ്ഞിന് 6 മാസം ഉള്ളപ്പോൾ പ്രശ്നങ്ങൾ സഹിക്കാൻ വയ്യാതെ അവൾ വീട് വിട്ടിറങ്ങുകയാണ്. സ്വന്തം വീട്ടുകാരും കൈയൊഴിഞ്ഞു. പിന്നെ ജീവിതത്തോട് വാശിയായി. പല ജോലികൾ ചെയ്തു. ഒടുവിൽ പോലീസ് ടെസ്റ്റ് എഴുതി SI ആയി. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഉള്ള വീണാസ് കറി വേൾഡിലെ വീണ, അവർ പറയുന്നുണ്ട് അവരും ഇതുപോലെ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ പീഡനം സഹിക്കവയ്യാതെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി. അപ്പോൾ ഈ അതുല്യയുടെ ഹസ്ബൻഡ് ഇതുപോലെ കാല് പിടിച്ച് തിരിച്ചു വരാനൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷെ തിരിച്ചു ചെന്നാലും ഇനി ഇതുപോലെ തന്നെ ഇത് ആവർത്തിക്കുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അവർ തിരിച്ചു പോയില്ല. ഇന്ന് അവർ വളരെ സന്തോഷമായിട്ട് അടുത്ത ഒരു വിവാഹമൊക്കെ കഴിച്ച് ചാനലുമൊക്കെ നടത്തി വളരെ മാന്യമായിട്ട് അന്തസ്സോടുകൂടി ജീവിക്കുന്നു. അപ്പം ഇതുപോലെ ഒത്തിരി കഥകളുണ്ട്. നമ്മൾ ഈ ജോഷ് ടോക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം രക്ഷപ്പെട്ട ആളുകളുടെ ഒത്തിരി കഥകൾ. അതൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്കൊരു മോട്ടിവേഷൻ ആവണം. എല്ലാം മോശമായിട്ട് സംഭവിക്കുമെന്നല്ല, പക്ഷെ അങ്ങനെയും സംഭവിക്കാം. വയലൻസിന് മറുപടി സൈലൻസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. വീട്ടിൽ പീഡനമാണ്, അത് സഹിച്ച് മിണ്ടാതെ ഇങ്ങനെ സഹിച്ച് കിടക്കുന്നതിന് പകരം ഇനി എന്താണ് എന്നാണ് ചിന്തിക്കേണ്ടത്. പീഡനത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ, അതുപോലെ അഭിമാനത്തോടെ നിവർന്ന് നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പെൺകുട്ടികൾക്ക് കഴിയണം. അതിനുള്ള പഠനം ചെറുപ്പം മുതൽ മാതാപിതാക്കൾ കൊടുക്കണം. ആ ഒരു ധൈര്യം കൊടുത്ത് വേണം ഓരോ പെൺകുട്ടിയെയും വളർത്താൻ. അപ്പോൾ പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ചുമതലയാണ്. അപ്പം മാതാപിതാക്കളും ചിന്തിക്കണം, പെൺകുട്ടികളും ചിന്തിക്കണം. വേറെ ആരും ഇതിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവർ വേണ്ട പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആത്മഹത്യയും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ വേറെ ചർച്ചകൾ നടത്തിയിട്ടോ മറ്റുള്ളവർ സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഓരോ മാതാപിതാക്കളും ചിന്തിക്കണം, ഓരോ പെൺകുട്ടിയും ചിന്തിക്കണം. ധൈര്യമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ജീവിക്കണം. സമൂഹമല്ല, നാട്ടുകാരല്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാകണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.